ആമോസ് 1-ാം അധ്യായം. ജനതകളുടെ മേൽ വിധി. തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ. യൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുൻപ് ഇസ്രായേലിനെ കുറിച്ച് അവനുണ്ടായ അരുളപ്പാട്. അവൻ പറഞ്ഞു, സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു, ജെറൂസലേമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു, കാർമൽ മലയുടെ മുകൾ പരപ്പ് കരിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ട് കൊണ്ട് മെതിച്ചു. ആകയാൽ ഞാൻ ഹസായേലിന്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും. ബെൻഹദാദിന്റെ ശക്തിദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും. ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. ബെദേദനിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും സിറിയാക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഗാസ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം എദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി. ഗാസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും. അവളുടെ ശക്തിദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. അഷ്കലോണിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും എക്രോണിനെതിരെ ഞാൻ കൈ ഉയർത്തും. ഫിലിസ്ത്യരിൽ അവശേഷിക്കുന്നവർ നശിക്കും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ടയർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഒരു ജനത്തെ മുഴുവൻ എദോമിന് ഏൽപ്പിച്ചു കൊടുത്തു. സാഹോദര്യത്തിന്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു. ആകയാൽ ഞാൻ ടയറിന്റെ മതിലിന്മേൽ അഗ്നി അയക്കും. അവളുടെ ശക്തിദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, എദോം ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ സ്വസഹോദരനെ വാളുമേന്തി അനുധാവനം ചെയ്തു, തെല്ലും കരുണ കാണിച്ചില്ല. അവന്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു, ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു. തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. ബൊസ്രായുടെ ശക്തിദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, അമ്മോന്യർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലെയാദിൽ വന്ന് ഗർഭിണികളുടെ ഉദരം പിളർന്നു. ആകയാൽ ഞാൻ റബ്ബായുടെ മതിലിന്മേൽ അഗ്നി അയക്കും. അവളുടെ ശക്തിദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിന്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിന് അകമ്പടി സേവിക്കും. അവരുടെ രാജാവ് നാടുകടത്തപ്പെടും, അവനും പ്രഭുക്കന്മാരും ഒരുമിച്ച് തന്നെ. കർത്താവാണ് അരുളി ചെയ്യുന്നത്.